നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ധ്യാൻ ശ്രീനിവാസനാണ്. കണ്ണടച്ചിരി. ഈ ഞങ്ങൾ മൂന്നുപേരും നിങ്ങളെക്കാളും ചെറുപ്പമാണ്. എല്ലാം കൂടി കൂട്ടുമ്പോ മര്യാദക്ക് നടന്നുകൂടാ പാസ് ചെയ്ത്. അല്ല, റെയിൽവേ ട്രാക്കിലെ കഥ സത്യമാണോ? ഒന്നുമില്ല, ഞങ്ങൾ സ്ക്രിപ്റ്റ് അല്ല, ഡയറ്റ് നിർത്തിയോ അപ്പൊ? ഏത് ഡേറ്റ്? 2000-ലെ കാലഘട്ടമായാലും മറ്റേ 90s ആയാലും അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. കോംപ്ലിക്കേറ്റ് അല്ല, ബുദ്ധിയുള്ളവർക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഇവരൊക്കെ മറ്റേ ഈ പറഞ്ഞ പോലെ പ്രായം ഓവറായിട്ട് കണ്ടിട്ടില്ല. നിൽക്കുന്നവരാണല്ലോ. അതിന്റെ ഒരു പ്രശ്നം. നല്ല ക്യാരക്ടർ അത് കേട്ട് ചിന്തിക്കുന്ന ഒരു പരിപാടിയാണ് പടത്തിൽ. ഇതല്ല പറഞ്ഞില്ല ക്രൗഡ് എന്നൊക്കെ ആൾക്കാർ മര്യാദക്ക് ബാറ്റ് കഴിഞ്ഞ ഇത് വെച്ചിട്ട് പോകും നടക്കുന്നത്. യൂണിഫോം ഇട്ടിട്ട് മനസ്സിലായില്ല പോലീസ് ഒന്നും. എന്തൊരു ഗതികേട്. അത് ശരിക്കും ടെൻഷൻ ഉണ്ടോ? ആർക്ക്? അല്ല, എനിക്ക് അല്ല, ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് കഥ മനസ്സിലായില്ല. ഇത്ര ആരും പറഞ്ഞില്ല. ഹലോ എവരിവൺ, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ വിശേഷങ്ങളുമായി സിനിമയുടെ ടീം നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് ഗൈസ്. ഒരു ഡൗട്ട് പോലെ നമ്മളാ ചെറുപ്പക്കാരൻ ഭയങ്കര ചെറുപ്പം. സ്വയം ആശ്വസിക്കാൻ നല്ലതാണ്. അത് നേരെ എന്തായാലും ഈ ഞങ്ങൾ മൂന്നുപേരും നിങ്ങളെക്കാളും ചെറുപ്പമാണ്. എല്ലാം കൂടി അല്ല, എല്ലാം കണം കൂടി കൂട്ടുമ്പോ ചെറുപ്പം. കട്ട് ചെയ്തോ എന്നാലും പണം അല്ല, പറയാം. അപ്പൊ അങ്ങോട്ട് നോക്കുമ്പോ നമസ്കാരം പറയണോ? ഇവിടെ ഗൈസ് ഹായ് ഗൈസ്. നമസ്കാരം. ഇതിലൊന്നും പെടാതെ സിജി വിൽസൺ വിട്ടുപോയി. 40 വയസ്സ് കഴിഞ്ഞ് പക്ഷെ ഇപ്പോഴും നല്ല ലുക്കല്ലേ? അവനെ നിലംപരിച്ച തിയേറ്ററിലായിരിക്കും. എന്നെ അവനെ കണ്ട ഞാൻ ഏകദേശം ഒരേ പ്രായമൊക്കെയല്ലേ തോന്നുന്നു. അല്ലേ, ഇത് നമ്മൾക്ക് ഗൂഗിൾ ഉള്ള കാരണം എല്ലാവർക്കും അറിയാം. അതാ പ്രശ്നം. ആ ഒറ്റ കാര്യം 45 കഴിഞ്ഞ്. സോറി അങ്കിൾ. യങ് മാൻ. 5 കൊല്ലം മുന്നേ 50 കഴിഞ്ഞിട്ടില്ല. 52. സമ്മതിച്ച്. അതാ ധൈര്യം വേണം. അല്ലേ? സമ്മതിക്കാനായിട്ട് കാര്യമില്ല, ഗൂഗിൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കും. അതിലും നല്ലത് പറഞ്ഞാ പോരെ. ഓക്കെ ഗൈസ്, ഒന്ന് തിരിച്ചു. ഓക്കെ, നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണല്ലോ, അത് ഇതേ ഡ്രസ് പോലെ തന്നെയാണല്ലോ അതിനകത്ത്. ഡയറക്റ്റ് വന്ന് ഇതൊരു ക്യാരക്ടർ അല്ല ആവാഹിച്ചിരിക്കുക. അതല്ല ഇവിടെ വരുമ്പോ പറഞ്ഞായിരുന്നു അത് ഏതോ സെറ്റ് ചെയ്യുന്നിട്ട് പറഞ്ഞായിരുന്നു. ഞാൻ അപ്പൊ ഈ സെറ്റ് ആ സ്കൂട്ടിയിൽ ഷർട്ട് കളർ വ്യത്യാസമുണ്ട്. അല്ല, ഏത് തോതിലും പടം വിജയിപ്പിക്കുന്നതാണ് അതിന്റെ കണ്ടിന്യൂറ്റി പുള്ളി പിടിച്ചു. മാർക്കറ്റിംഗ് 4 മാസം മുന്നേ ചെയ്ത സിനിമയുടെ അതേ കോസ്റ്റ്യൂമിൽ വന്നിരിക്കുന്ന വേറെ ആരുണ്ട്? അലക്കി തേച്ചിട്ട് അതേ ലുക്കിൽ വന്നിരിക്കുന്ന ആളുണ്ട്. ദേഹമൊക്കെ നോക്കൂ, ഇതെന്താണിത്? പൂക്കളുള്ള ഷർട്ട്. പുഷ്പിക അച്ഛനാണ് അത്ര. ബൈബിളുള്ള അച്ഛനല്ലേ, അതുകൊണ്ട് അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഷർട്ട് ഇടാം. പ്രത്യേകിച്ച് നിങ്ങളുടെ അവന്റെ കൂടെ നിൽക്കുന്ന അച്ഛനാ. ഡിസംബറിനുള്ളിൽ ഇതായിട്ട് ഇത്രയും താടി വളർന്നല്ലേ? പിന്നെ മുടിയും ഡിസംബർ ഇപ്പൊ ഏത് മാസം നീ വിചാരിച്ചത്? ഡിസംബർ 4-5 മെയ് മെയ് മാസമായി. 5 മാസമായി. കണ്ട പുള്ളി ആ കഥയിൽ ഇപ്പോഴേ അതാ വിട്ടിട്ടില്ല. മാറിയിട്ടില്ല. ഞങ്ങളൊക്കെ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് തടി വരെ പിടിച്ചിട്ടുണ്ട്. അല്ല, ഡയറ്റ് നിർത്തിയോ അപ്പൊ? ഏത് ഡേറ്റ്? ഡയറ്റ് അല്ലായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ മെലിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ. അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് അപ്പൊ അന്ന് നിർത്തി. അത് കഴിഞ്ഞപ്പോ നിർത്തി. എനിക്ക് വേണ്ട. അല്ല, പിന്നെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറും. ഓക്കെ, ഡിമാൻഡ് ചെയ്യാറില്ല. ക്യാരക്ടർ വരുന്നത് എനിക്ക് ഇങ്ങനത്തെ ധ്യാൻ ശ്രീനിവാസനെ മതി. അല്ല, ഈ സിനിമയുടെ ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ 2.0 ആണെന്ന് പറഞ്ഞത്. പറഞ്ഞത് ഇപ്പൊ ഇട്ടത് വലിയ ബാധ്യത. അപ്പൊ അതെങ്ങനെ ടെൻഷൻ ആവണ്ടോ? ദൈവമേ, ഈ സിനിമ എന്താവും? അങ്ങനെ ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടാവും, നമുക്ക് അല്ല, അത് അല്ല. സോഫിയ മാമിന്റെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ധ്യാൻ ശ്രീനിവാസനാകുന്നു. കണ്ണടച്ചിരി. ആരുടെ ഫസ്റ്റ് പടം? നിങ്ങളുടെ? കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്.
ബഹുമാനിക്കാൻ പഠിക്കണോ? ഇല്ല അത് ഇവർ പഠിക്കില്ല ഒരിക്കലും. അല്ല വേറെ എന്തും പഠിക്കാം. അല്ല ഇവർക്ക് കുറെ ഹ്യൂജ് ഫാൻസും ഒരു പ്രത്യേക ഓഡിയൻസ് അവർക്കുണ്ട്. അറിയില്ല. അതിന്റെ അഹങ്കാരം. പ്രത്യേക സൈക്കിക് ഇതുള്ള ഫാൻസ് ആണ് ഇവരുടെ. അല്ല ആ ഫാൻസ് ഇവിടെ വരുവാണെങ്കിൽ പ്രത്യേക ഫാൻസ്, മനുഷ്യന്മാരല്ല, ഏലിയൻസ്. അല്ല ആ ഒരു ഫാൻസ് ഇവിടെ കിട്ടുകയാണെങ്കിൽ സെറ്റ് ആണല്ലോ നമുക്ക് സിനിമയ്ക്ക്. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ആരും ഞങ്ങൾ ഫാൻസ് അല്ലേ, ഇവരാരെന്ന് പോലെ ഞങ്ങൾക്ക് അറിയില്ല. ശരിക്കും അങ്ങനെ അറിയില്ലാത്തോണ്ട്. അതേണക്ക് തന്നെ ആ കാര്യം. പക്ഷെ അറിഞ്ഞു തുടങ്ങിയപ്പോ ഒരുപാട് അറിയണ്ടായിരുന്നു തോന്നി. അല്ല കാര്യമായിട്ട് അറിയില്ലായിരുന്നു. ആരൊക്കെ? നസീർക്കൊക്കെ അറിയില്ലായിരുന്നു. അല്ല ഇവരൊക്കെ മറ്റേ ഈ പറഞ്ഞ പോലെ പ്രായം ഓവറായിട്ട് കണ്ടിട്ടില്ല. നിൽക്കുന്നവരാണല്ലോ. അതിന്റെ ഒരു പ്രശ്നം. ഇപ്പൊ നമ്മളെല്ലാരും നമ്മൾ അറിയണമെന്നില്ല. അല്ല ഇൻഫ്ലുവൻസ് കാരണം ഇവർക്ക് അല്ല, എന്റെ ഒത്തിരി സ്റ്റോറി പറയുമ്പോ നിഹാൽ ആൻഡ് അമീൻ ഗ്യാങ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയില്ല. അമീൻ ആൻഡ് ടീം പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ടാണ് ഇവന്മാരെ കണ്ടത്. കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു 35 വയസ്സ് നമ്മളൊരു മാനദണ്ഡമായി എടുത്ത് അതിന് താഴോട്ടുള്ള എല്ലാവർക്കും അറിയാം. 35 വയസ്സുള്ള താരങ്ങളെ എല്ലാവർക്കും അറിയാം. എനിക്ക് സംഭവം 40+ മുകളിൽ ആർക്കും ഇവരറിയില്ല. എനിക്ക് 35 വയസ്സിന് മുകളിലെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നീയും ഉൾപ്പെടും. നേരെ നൈസായിട്ട് പുറകോട്ട് അടിക്കണ്ട. 35 വയസ്സിന് മുകളില് നീ എന്ത് ഉൾപ്പെട്ടു? നമുക്ക് 4 പേർക്ക് അറിയില്ല. വെരി സിമ്പിൾ. 37 ആയിട്ടുള്ളൂ. 2 വർഷമൊക്കെ ഒരു ഇളവ് കൊടുക്കാം. അതല്ല ശരിക്കും പറയാം. അല്ല എനിക്ക് ഞാൻ ഇവരെ കുറെ റീൽസ് കണ്ടിട്ടുണ്ട് വന്നതിന് ശേഷം ഞങ്ങള് പടത്തിൽ പറഞ്ഞ ശേഷമല്ല, അതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ. അത് കഴിഞ്ഞിട്ട് കുറെ കോണ്ടന്റ് ഉണ്ട്, നല്ല വർക്കായിട്ടുള്ള പരിപാടികളാണ്. അതുകൊണ്ടാണ് അത്രയും ഹ്യൂജ് ഫാൻസ്. അതെ അത് ശരി. അവരുടെ എല്ലാ സംഭവം മില്യൺ വ്യൂസാ. എന്തിട്ടാലും മില്യൺ വ്യൂസിന്റെ ആളുകളാണ് ഇവര് അല്ലേ. ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. നമ്മളെന്ത് പറയാനാ. എല്ലാവരും പറയല്ലേ പ്രായത്തിന് മൂത്തതും ബഹുമാനമുള്ള ഓക്കെ. നമ്മളിപ്പോ പണ്ടായിരുന്നെങ്കിൽ ഈ മില്യൻസ് ഒക്കെ കിട്ടുന്ന മനുഷ്യനാണ് ഇരിക്കുന്നത്. അല്ല അത് കിട്ടിയല്ലോ. ആ യൂട്യൂബിലല്ലേ. അല്ല അന്നത്തെ കാലത്ത് കിട്ടിയല്ലോ പുള്ളിക്ക് അല്ലേ. ശരിയാ. ഈ കാലത്ത് ജനിച്ചാൽ മതി. സോഷ്യൽ മീഡിയ മതിയായിരുന്നു. അപ്പോഴും അവിടെ തന്നെ ആയിരുന്നു കളിക്കണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം ഓടാൻ തുടങ്ങിയിട്ട്. ഓക്കെ. നമ്മളിപ്പോ ഈ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മിന്നൽ മുരളിയുടെ ആയിട്ടാണല്ലോ വരുന്നത്. ഞങ്ങള് വരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ അവിടെ ആയിട്ട് ഞങ്ങള് ഒറ്റയ്ക്ക് വന്നത് അങ്ങനെയല്ല. മിന്നൽ മുരളിയുടെ ഒരു സ്പിൻ ഓഫ് ആണെന്നോ അല്ലെങ്കിൽ അതിന്റെ മിന്നൽ മുരളിന്റെ സ്പിൻ ഓഫ് അല്ല. സ്പിൻ ഓഫ് ഒന്നുമല്ല. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുവാണ്. അതിൽ വരുന്നതാണ്. അതാണ് മിന്നൽ മുരളിയായിരുന്നു ഫസ്റ്റ്. അപ്പൊ സെയിം യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യം എന്നുള്ള രീതിയിലല്ലേ വരുന്നത്? അങ്ങനെയല്ലേ? തൽക്കാലത്തേക്ക് കുറുക്കമ്പൂലയും പ്ലാച്ചിക്കാവും തമ്മിൽ ബന്ധമില്ല. ഇത് പ്ലാച്ചിക്കാവ് എന്നുള്ള വേറൊരു ഗ്രാമം. കുറുക്കമ്പൂര് ഓൾറെഡി ഇതൊക്കെ തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ധ്യാൻ ചേട്ടന്റെ പുറകിലുള്ള ഒരു മാപ്പ് വെച്ച് ആളുകൾ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കി. അല്ല ഇത് രണ്ടും ഇതൊക്കെ അടുത്തടുത്ത് നിൽക്കുന്ന ഗ്രാമമാണ്. ഓക്കെ. അതില് പ്ലാച്ചിക്കാവും കുറുക്കമ്പൂല തൊട്ടടുത്ത് നിൽക്കുന്ന ഗ്രാമം. അപ്പൊ ഇതിനകത്ത് എന്തായാലും അതിലകത്തുള്ള ആൾക്കാരും തന്നെ ഇല്ല. അതുമായിട്ട് കണക്ഷൻ ഒന്നും വെച്ചിട്ടില്ല. ഓക്കെ. പക്ഷെ ഇതിൽ ഇപ്പൊ ഉള്ള ഇവരെ ഫോളോ ചെയ്യുന്ന ഒരു സിനിമയുണ്ട് ജാംബി എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇതിനകത്തുള്ള ആൾക്കാർ നീരിമലയാർന്ന് കോംപ്ലിക്കേറ്റഡ് കേസാണല്ലോ. അപ്പൊ ഇതിനകത്തുള്ള കോംപ്ലിക്കേറ്റഡ് അല്ല, ബുദ്ധിയുള്ളവർക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. ഇത് കോംപ്ലിക്കേറ്റഡ് ഒന്നും. ഞാനിത് അങ്ങനെയല്ല വിചാരിച്ചു. എന്റെ മനസ്സിലുണ്ടായത് അങ്ങനെയല്ല. അതിന്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് വരുന്നു അതിലത്തെ കഥകളുമായി. കാരണം കുറച്ച് സീക്വൻസ് ഒക്കെ മറ്റേ ടീസറിൽ കാണിക്കുന്നുണ്ടല്ലോ. മിന്നൽ മുരളിക്കകത്തുണ്ടല്ലോ. അങ്ങനെ വിചാരിച്ചു. ഞാൻ മാത്രല്ല കുറെ ആളുകൾ വിചാരിച്ചു. റോഷാക്കും പറയുന്നുണ്ട്, അതൊരു ആൾട്ടർ ഈഗോ ആണോ? അപ്പൊ അങ്ങനെയാണോ? അല്ല അതൊന്നും ഈ പറയുന്ന ഈ സിനിമ ഇത് സ്റ്റാൻഡ് അലോൺ സിനിമയാണ് കംപ്ലീറ്റ്ലി അല്ലെ. എല്ലാം കൊണ്ടും ഇതിന്റെ മിന്നൽ ഇവരുടെ യൂണിവേഴ്സിലെ ഫസ്റ്റ് സിനിമയാണ്. ഇത് സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് അതിന് യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന സിനിമ. അല്ലെങ്കിൽ അതേ കൈൻഡ് ഓഫ് എന്താ പറയണ്ടേ ഫിക്ഷണൽ ഗ്രാമം എന്താ പറയണ്ടേ 90s അല്ലെങ്കിൽ ആ കാലഘട്ടമൊക്കെ കാണിച്ചു പോകുന്ന ഒരു പരിപാടി. ഇനി ഇതിനെ ഫോളോ ചെയ്യുന്ന സിനിമകളുണ്ട്. ഇതിന് എന്ന് വെച്ചാൽ നമ്മളെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൊക്കെ വരുന്നുണ്ട്. ജാംബി എന്ന് പറഞ്ഞാൽ അവർ അനൗൺസ് ചെയ്ത സിനിമയാണ്. അപ്പൊ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്ത് അതിലുള്ള ക്യാരക്ടേഴ്സ് 2 പേരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ചിലപ്പോ ഉജ്ജ്വലനിലെ സ്പിൻ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിലുള്ള ക്യാരക്ടേഴ്സിനെ സ്പിൻ ഓഫ് ചെയ്തിട്ട് ചിലപ്പോ ജാംബിയിൽ വരാം. നാളെ ഒരുപക്ഷെ വേറെ ഗ്രാമത്തിൽ ഇതുപോലെ സമാനമായ കേസ് നടക്കുമ്പോൾ ഉജ്ജ്വൽ അന്വേഷിക്കാൻ പോകും. അല്ലെങ്കിൽ വേറെ ഗ്രാമത്തിൽ കേസ് നടക്കുമ്പോൾ ശംഭു എന്ന് പറഞ്ഞ വ്യക്തി അങ്ങോട്ട് അന്വേഷിപ്പിക്കാൻ കൊണ്ടുപോകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നടക്കാം. ഇപ്പൊ മിന്നലും ഉജ്ജ്വലനും എന്താണെങ്കിലും സെപ്പറേറ്റ് 2 എൻറ്റിറ്റി ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ. ഇനി വരുന്ന സിനിമകളിൽ നേരത്തെ പറഞ്ഞ പോലത്തെ സ്പിൻ ഓഫ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്
വരാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ വരാം. അവഞ്ചേഴ്സ് ഗ്രൂപ്പ് വേണമെങ്കിൽ വരാം, അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്പൈഡർമാൻ സെപ്പറേറ്റ്, ഡോക്ടർ സ്ട്രേഞ്ച് സെപ്പറേറ്റ്, ഹൾക്ക് സെപ്പറേറ്റ് എന്നുള്ള അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും പോവാം. അല്ലെങ്കിൽ ഇവരുടെ ഒരുമിക്കാം പല തോതിൽ. ഓക്കെ, ഇതിപ്പോ 90s നടക്കുന്ന കഥ അങ്ങനെയാണോ? പ്രിഫറൻസ്. നമ്മളിപ്പോ സി.ഡി. മൂസന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. സി.ഡി. മൂസ എനിക്ക് 2003 അങ്ങനെ എന്തോ. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കാണിച്ചേക്കുന്ന ബാറ്റ്മാന്റെയോ ആരുടെ ഒരു സംഭവം 2010 ഇറങ്ങിയതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതായിരുന്നു? അല്ല ഇതിപ്പോ എന്ത് വേണമെങ്കിൽ പറയാലോ. ചിലപ്പോ അത് പറഞ്ഞതായിരിക്കും. ചിലപ്പോ ഫോട്ടോയോ ഏതെങ്കിലും ആയിരിക്കും. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മറ്റേ ഷെർലോക്കിലെ മറ്റേ റോബർട്ട് ഡൗണിന്റെ ടീസറിലൊക്കെ നമ്മൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ലേറ്റ്. പക്ഷെ അത് 2010 വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അത് 2000 കാലഘട്ടം ആയാലും മറ്റേ 90s ആയാലും അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. അല്ല ഇത് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പടം കണ്ടു കഴിയുമ്പോൾ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പടത്തിൽ എന്തായാലും കൺഫ്യൂഷൻ ഇല്ല കഥയിനകത്ത്. ഈ പോസ്റ്റേഴ്സ് വെച്ചത് പറഞ്ഞ ശരിയാ. കാരണം നമ്മൾ വെച്ചിരിക്കുന്ന സി.ഡി. മൂസ അത് 2000 ശേഷം വന്ന സിനിമയാണ്. ഷെർലോക്ക് ഈ പറഞ്ഞ പോലെ അതിനുശേഷം വന്ന സിനിമയായിരിക്കും. പക്ഷെ അത് ആ ടീസറിലും ഉള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് നമ്മളെ പടത്തിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉണ്ടോ? 90 ഉദ്ദേശിച്ച് 90 നടക്കുന്നതല്ല, 90കളുടെ ഗ്രാമത്തിന്റെ ഒരു ഫിക്ഷണൽ ഒരു 90s അങ്ങനത്തെ ഒരു കാലഘട്ടം തന്നെ ഉദ്ദേശിക്കാം. അങ്ങനെ നോക്കുമ്പോ ആ ലോജിക്കൽ കറക്റ്റ് ആണ് പറഞ്ഞത്. തെറ്റാണ് നമ്മള് പറഞ്ഞത്, തെറ്റിപ്പോയി. അല്ല പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം പറയാണ്ട് ഇത്രയും അതാ നമ്മൾ എനിക്കൊന്ന് ആ പ്രമോല് നമ്മൾ ചെയ്ത സാധനത്തിനകത്താണ് ഈ പോസ്റ്റ്. പക്ഷെ എനിക്ക് ഇവര് പോപ്പ് കണ്ടന്റുമായിട്ട് ഭയങ്കരമായിട്ട് അറിയാവുന്ന ഡയറക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലെ, അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ്. എന്ത് മിസ്റ്റേക്ക് ആണെങ്കിലും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചാൻസ് ഇല്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, അല്ല ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയാത്തോണ്ട് അത് ഇൻട്രൊഡക്ഷൻ ടീസറിൽ മാത്രമേ, പടത്തിലില്ല. പടത്തിൽ ആണോ? അങ്ങനെയാണ്. അപ്പൊ ഇത് നമ്മള് പ്രോമോ പോലെ വിക്രമിന്റെ ഒക്കെ പ്രോമോ പറഞ്ഞ ഇറക്കിയായിരുന്നു ആദ്യം ഫസ്റ്റ്. അതിനകത്താണ് അതൊക്കെ ഇരിക്കുന്നത്. മറ്റേതിനകത്ത് പഴയ CBI ഒക്കെ പഴയ അതാ പടത്തിൽ യൂസ് ചെയ്തത്. ഇതിനകത്തും ഇങ്ങനെ ധ്യാൻ ചേട്ടൻ വിളക്ക് കൊടുത്തുമ്പോ അവരുടെ ഒക്കെ ഒരു പടം അതിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അവൻ പറയണത്. അല്ലല്ല, ആണ് എന്നോട് വിളക്ക് കൊടുത്താൽ ഈ ചതി ഇവിടെ വേണ്ട. ഇല്ലല്ല, അങ്ങനെ ആണ്. ഉണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ക്യാരക്ടേഴ്സ് എങ്ങനെ? നിങ്ങൾ കോമ്പിനേഷൻ സീൻസ് വരുന്നുണ്ടോ? കോമ്പിനേഷനേ ഉള്ളൂ. ആണോ? എങ്ങനെയായിരുന്നു? കൊള്ളായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലല്ല, നല്ല കൊള്ളായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. മറ്റേ മൂന്നാറൊക്കെ മറ്റേ ബെല്ലടിച്ചിട്ട് രാത്രി മഴ പെയ്യുന്ന സമയത്ത് ഒരാൾ വന്ന് നിൽക്കൂലേ റൂം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല ആരുമായിട്ട് നല്ല ആദ്യം അങ്ങനെയായിരുന്നേ, പിന്നെ കൊള്ളായിരുന്നല്ലേ, പിന്നെ കൊള്ളായിരുന്നു. ഓരോരോ എക്സ്പ്രഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കോക്കാച്ചിയാണല്ലോ ഇതിനകത്തുള്ളത്. ഈ കോക്കാച്ചി കഥകൾ ചെറുപ്പത്തിൽ എല്ലാരും കേട്ടത് അല്ലേ? നമ്മൾ പേടിച്ചൊരു സംഭവം അല്ലേ ഇതിനകത്ത്? കോക്കാച്ചിക്ക് എനിക്ക് തോന്നുന്നു അച്ഛനെ പറയണേ അല്ലേ, കോക്കാച്ചിയെ പറ്റി പറയണേ. ആ, അപ്പൊ കോക്കാച്ചിയുടെ കഥ പറഞ്ഞു കൊടുക്കുക. അപ്പൊ കൂടെ നിൽക്കുന്ന അച്ഛനാന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും കാര്യമായിട്ട് പറഞ്ഞതാണ്. അതും ഇങ്ങനെ പണ്ടത്തെ നമ്മുടെ ഒരു 90s 80s അപ്പന്മാരെ പോലെ എല്ലാം പറഞ്ഞ് പേടിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു അപ്പനാണ്. ഇതിപ്പോ ഓരോ സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ അല്ലേ, നമുക്കറിയാത്ത കുറെ ഇങ്ങനത്തെ പേരുകൾ വെച്ചിട്ട്. ഇപ്പൊ കോക്കാച്ചി ആണെങ്കിൽ വേറെ സ്ഥലത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഉമ്മാക്കി എന്നൊക്കെ പറഞ്ഞ് അതല്ലല്ലോ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ട ആ സമയം. അല്ലല്ലോ, ഉമ്മാക്കി എന്നുള്ള ശരിക്കും പറഞ്ഞ ശങ്കർപിള്ള സാർ എഴുതിയൊരു നാടകത്തിന്റെ പേര് അത് ഉമ്മാക്കി. ഞാൻ ആ ഡയലോഗ് അങ്ങനെ കേട്ടിട്ടുണ്ട്. അല്ലല്ല, പെട്ടെന്ന് അത് നമ്മൾ പറയുന്നല്ലേ, വലിയ ഉമ്മാക്കി കാണിക്കണ്ടെന്ന് പറഞ്ഞ ഇതാണ്. നമ്മള് എന്താ ഇവരെ കുട്ടികളെ ഒന്ന് ഒതുക്കി നിർത്താനും ഫുഡ് കഴിപ്പിക്കാനും അല്ലേ, ഇവന്മാർ അധികം പോയി കിടന്ന് കറങ്ങാനും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില അഭ്യാസങ്ങളാണല്ലോ. മറ്റേത് പിടിച്ചോണ്ട് പോകും, ഇത് പിടിച്ചോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് ഇതിന്റെ അകത്ത്. അതെന്താണെന്നുള്ള ബാക്കി സിനിമ കാണുമ്പോൾ അതാ. പക്ഷെ കോക്കാച്ചിക്ക് ഇതിനകത്ത് ഒരു തെയ്യോ അങ്ങനത്തെ ഒരു പ്രാചീന കലാരൂപത്തിന്റെ ഒരു വേഷം കൊടുത്തതായിട്ട് തോന്നുന്നില്ലായിരുന്നു. ഇത് കഥ മൊത്തം മാറ്റിക്കളയുക. ലാസ്റ്റ് ഇങ്ങനെ ഓടി വരുന്ന ഒരു സീനൊക്കെ ഇല്ലേ? അല്ല, അതൊക്കെ ഉണ്ട്. ഇത് മറ്റേ ഈ ഉജ്ജ്വലന്റെ ചൈൽഡ്ഹുഡിൽ നടക്കുന്ന വെച്ചാൽ പുള്ളിയുടെ കുട്ടിക്കാലത്ത് നടക്കുന്ന അച്ഛൻ പറഞ്ഞൊരു കഥയും ഈ അതോടനുബന്ധപ്പെട്ട് ഇയാളുടെ കുറെ സംഭവങ്ങളും കാണിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കോക്കാച്ചി എന്നുള്ളത് വേറെ ഇതിലോട്ടൊന്നും പോകുന്നില്ല. ഇനി ഈ ഉജ്ജ്വലന്റെ കഥ മൊത്തം മാറ്റി വാക്മാൻ എന്താണ് ഒരു ബന്ധം? ഒരു വാക്മാൻ ഇപ്പോഴും ഇതിനകത്ത് ഭയങ്കര അത് സിനിമ തന്നെ കാണണം.
ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. വാക്മാൻ എന്താണ് ബന്ധം എന്ന് വെച്ചാൽ വാക്ക്മാൻ അവിടെ എന്തോ ഒരു ബന്ധമുണ്ട്. അല്ല, കാരണം ഭയങ്കര വാക്മാൻ എന്താ സ്വാഭാവികമായിട്ടും പാട്ടിട്ടിട്ട് കേൾക്കാനല്ലേ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ അത് തിന്നാനൊന്നും പറ്റൂലല്ലോ. അതല്ല, ഈ സിനിമയിൽ ആ. എന്തോ കാര്യമായിട്ട് എന്തോ ഒരു അല്ല അത് ആ troll ഉണ്ട്. ക്യാരക്ടർ അത് കേട്ട് ചിന്തിക്കുന്ന ഒരു പരിപാടിയാണ് പടത്തിൽ. ഇതല്ല പറഞ്ഞില്ല ട്വിസ്റ്റ്. അയ്യോ മറന്നേരി. കട്ട് ചെയ്തോടെ ഈ ഭാഗം. പുള്ളി എന്ത് കാര്യം ആലോചിക്കുന്നതിന് മുന്നേ നമ്മൾ സ്വാഭാവികമായിട്ടും റിലാക്സ്ഡ് ആവാനൊക്കെ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് പാട്ട് കേൾക്കുമല്ലോ ചില സമയം. അതുപോലെ അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ് നമ്മളിപ്പോ പറയണേ. അതിനകത്ത് ഒരു മോട്ടിവേഷന് വേണ്ടി ബിൽഡപ്പിന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയൊക്കെ നമ്മള് ബസ് ഇറങ്ങിയ സമയത്ത് പാട്ട് വെച്ച് നടക്കല്ലേ സ്റ്റേഡിയത്തിലോട്ട്. അതുപോലത്തെ ഒരു ബിൽഡപ്പ് ഇൻട്രോ ആണ്. അല്ല, അവര് പാട്ട് കേൾക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സ്. അല്ല, സ്ട്രെസ് കുറക്കാനും പിന്നെ ഇവര് പുറത്തിറങ്ങുന്ന സമയത്ത് ക്രൗഡിൽ നിന്നൊക്കെ ആൾക്കാർ അവര് പറഞ്ഞ ക്രൗഡിൽ നിന്നൊക്കെ ആൾക്കാർ മര്യാദക്ക് ബാറ്റ് ചെയ്ത് കഴിഞ്ഞ ഇത് വെച്ചിട്ട് പോകും നടക്കുന്നത്. ശരിക്കും അത് അതുകൊണ്ട് പരിധിവരേണ്ടത്. കുറെ ആൾക്കാർ സൈഡിൽ നിന്നൊക്കെ വിളിച്ചു പറയും എന്താ കഴിഞ്ഞ കളിച്ചത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് തീറ്റ വിളിക്കുന്ന സമയത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാത്ത പോലെ പോകും, പാട്ട് ഓഫ് ചെയ്ത് വെക്കുന്നു, ഇതെല്ലാം കേട്ടോണ്ട് പോകും. കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പുള്ളി. അല്ല, അത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ സിനിമക്കകത്തില്ലല്ലോ. അല്ല, ഇത് സിനിമ ഇവിടെ നമ്മൾ അപ്ലൈ എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഈ പരാജയം ഒന്നും എന്നെ ബാധിക്കില്ല എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഈ പടത്തിൽ ഞങ്ങൾ വിജയിക്കും. അതല്ല, ഇന്നിത് വെച്ചിട്ട് വന്നാ മതിയായിരുന്നു. ഇപ്പോ അതല്ല, എല്ലാരും ധ്യാൻ ശ്രീനിവാസൻ കംബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പടം കഴിച്ചു വേണ്ട. പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ എവിടെ പോയി? ഇവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാ ആഴ്ചയും ഈ പടത്തിൽ പറയില്ല. ഇത്രയും സിനിമ ചെയ്യുന്ന എന്നെ കംബാക്ക് എന്ന് വിളിക്കുന്നത് ആരാ? അത് പറയാറുണ്ടായിരുന്നറിയോ, സെറ്റിൽ നിന്ന് വേറെ സെറ്റിൽ നിന്ന് ആൾക്കാർ ചെയ്തു തീർക്കൂ. അപ്പൊ അവിടെ നിന്ന് വീണ്ടും പറയും കം ബാക്ക് ധ്യാൻ എന്ന് പറയും. അത് അത്രേ ഉള്ളൂ. അല്ല, ശരിക്കും ടെൻഷൻ ഉണ്ടോ? ആർക്ക്? അല്ല, എനിക്ക് അല്ല, ഇങ്ങനെ ആളെ വേണ്ടത്ര പരിചയമില്ല. ചെറുതായിട്ടൊരു ടെൻഷൻ ഇല്ല. ടെൻഷൻ ഉണ്ടെന്ന് പറയാമോ? പ്രതീക്ഷ ഉണ്ടാവുമ്പോ ടെൻഷൻ ഉണ്ടാവും. പ്രതീക്ഷ ഇല്ലേ അപ്പോ? കണ്ട പ്രതീക്ഷ ഉള്ളതാണ് ടെൻഷൻ. കാരണം ആൾക്കാർക്ക് ഇതിലൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ടെൻഷൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ആഗ്രഹം നന്നാവണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം വരും നമുക്ക്. അപ്പൊ നന്നായി കാണണം എന്നുള്ളൊരു ആ ചിന്ത മാത്രം. ടെൻഷൻ ഇപ്പൊ നമ്മൾ എത്രയോ സിനിമ കഴിഞ്ഞല്ലോ. പിന്നെ ഇതിന്റെ ഒരു സക്സസും ഒരു സിനിമയുടെ ആയുസ് എന്ന് പറയുന്നത് 2 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മാക്സിമം. അപ്പോൾ നമ്മൾ എടുത്തൊരു എഫേർട്ടിന് നമ്മളെല്ലാരും കൂടെ എടുത്തൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതിനകത്ത് ഒരു നല്ല റിസൾട്ട് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് നല്ല സബ്ജക്റ്റും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് ഇത് നന്നാവണം എന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ്. പിന്നെ ഇതിന് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു എന്താ പറയണ്ട ഒരു സക്സസ് ഉണ്ടല്ലോ, അത് കിട്ടണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ ടെക്നിക്കലി നമ്മൾ തുറന്നു പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ടെക്നിക്കൽ സപ്പോർട്ട് എന്റെ DOPs പ്രേം ശ്രേയന്തി, എഡിറ്റർ ചമൻ ചാക്കോ, CB, ഒരുപാട് നല്ല ടെക്നിക്കൽ ക്രൂ കൂടി ഉണ്ട് ഇതിനകത്ത്. വെറുതെ ഡയറക്ടർമാര് ധ്യാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞ അതിനോടനുബന്ധപ്പെട്ട കുറെ ടെക്നിക്. ഇപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോൾ. ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ പണ്ട് നമ്മളിപ്പോ ഒരു നായകന്റെ പേര് പറയുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തപ്പോ ടെക്നീഷ്യൻസിന്റെ പേരും പറയുന്നുണ്ട്. ആരാണ് DOP, ആരാണ് എഡിറ്റർ, ആരാണ് സൗണ്ട്, ഡിസൈൻ ചെയ്യുന്ന ആരാണ് പ്രൊജക്ട് ഡിസൈനർ. അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു ടെക്നിക്കൽ ക്രൂ തന്നിട്ടുണ്ട് നമുക്ക്. നമ്മൾ കംഫർട്ടായിരുന്നു. 10-30 ദിവസം കൊണ്ട് നമ്മൾ എല്ലാവരും ഭയങ്കര കോപ്പറേറ്റ് ചെയ്ത് നല്ല തോന്നി നമുക്ക് ആ പടത്തിൽ പ്രതീക്ഷ എന്നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടം ഒരു സേഫ് ലാൻഡിങ് ആയിരിക്കുന്നു എനിക്കൊരു 100% ഉറപ്പ്. എല്ലാവർക്കും ഉറപ്പുണ്ട്. അതെ, ഓക്കെ. നിങ്ങൾ ഇവിടെ ആങ്കർ ആവാൻ പോയിട്ട് കാനഡയിൽ പോയി തിരിച്ചു വന്ന ആളല്ലേ? അല്ലേ? രണ്ട് അല്ല, രണ്ടുപേരുടെ കഥയാണോ അത്? അല്ല, കാനഡയിൽ പോയിട്ട് തിരിച്ചു വന്നേ. അല്ല, ആങ്കർ ആവാൻ നീ ആ കേസ് ഇവിടെ പറയണ്ടേ? കോടതിയിൽ മേളി പറഞ്ഞോളാം. അത് കോടതിയുടെ താഴെ ഇരിക്കുന്ന കേസ് പറയാൻ പറ്റൂല. അല്ല, അങ്ങനെയൊന്നുമല്ല. എന്നിട്ട് 3 ആഴ്ച ഇവൻ കാനഡ പോയി തിരിച്ചു വന്നതാ. ഇവന് പാസ്പോർട്ട് കിട്ടിയെന്ന് വേണം ആദ്യം ചോദിക്കുക ഇവിടുന്ന്. അന്ന് സിനിമാ മേഖലയിൽ ഇല്ലല്ലോ നമ്മള്, അതുകൊണ്ട് കിട്ടി. വേറെ അത് ശരി. അതല്ല, ഇന്നുണ്ടാ ഇന്ന് വന്നല്ലോ. ഈ കണ്ടന്റ് ആണോ നിങ്ങൾ കണ്ടന്റ് ആക്കി എടുത്തിട്ട് പോയിട്ട് ഈ കാനഡയിൽ പോയി തിരിച്ചു വരുന്ന ഒരു കണ്ടന്റ് ചെയ്തില്ലായിരുന്നു? അത് ഇതിന് ഇൻസ്പയർ ചെയ്തതാണ്. ബാക്കി ബന്ധമുണ്ട്. നീ കാനഡയിൽ പോയിട്ട് എത്ര ദിവസം തിരിച്ചു? 3 ആഴ്ച. ജോലിക്ക് 3 ആഴ്ച പോയതാ കാനഡയ്ക്ക്? അല്ലല്ല, ഞാൻ പഠിക്കാനായിട്ട് പോയതാ. പിന്നെ അവിടെ ചെന്നപ്പോ മനസ്സിലായി നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടി. ജാനേമൻ അതിലെ ശരിക്കും കരഞ്ഞായിരുന്നു. പിന്നെ
പാരന്റ്സ് തിരിച്ചു വന്നപ്പോ ഇല്ല കരയിപ്പിക്കാനുള്ള അവസരം ഞാൻ കൊടുത്തില്ല. ഇവരിത് കണ്ടന്റ് ആക്കിയിട്ടുണ്ട് ഇത് തിരിച്ചു വരുന്നത്. എനിക്ക് അവിടെ പറ്റുന്നില്ല, ഒറ്റപ്പെടല്. പിന്നെ ചെയ്യാൻ 3 ആഴ്ച ഒറ്റപ്പെടല്. ഇത്രയും പൈസ ടിക്കറ്റ് എടുത്തിട്ട് അവിടം വരെ പോയിട്ട് ഇല്ല, അതൊക്കെ തിരിച്ചു കൊടുത്തു ആർക്ക് വീട്ടുകാർക്ക്. അല്ല പൈസ കിട്ടിയോ? കിട്ടിയായിരുന്നോ? റീഫണ്ട് കിട്ടിയാ? അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഇവിടെ ഇരിക്കുന്നതൊക്കെ. അന്ന് ഇരിക്കുന്നത് ഉച്ചക്ക് ചോറ് തിന്നാൻ പോണതും എപ്പോ ഇതിന്റെ അവസാനം തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നത്, നിങ്ങളെ കണ്ടത്, ഉച്ച ചോറ് തിന്നത്, പിന്നെ വൈകിട്ട് നമ്മൾ കിടക്കും, പിന്നെ രാവിലെ ഇന്റർവ്യൂ. പക്ഷെ ഇവരുടെ കണ്ടന്റ് വരുന്നത് ഇങ്ങനല്ല. ഏതാ നിങ്ങള് കണ്ടന്റിലൊക്കെ ഭയങ്കര അതിപ്പോ ധ്യാൻ ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു കളിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നില്ല. അതുപോലെ നമ്മൾ എടുത്തിട്ട് പിന്നെ അവിടെ കൊണ്ട് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഇതിപ്പോ ഇവര് ഇത്ര സീനിയേഴ്സ് ഇരിക്കുമ്പോ ഇത്ര സീനിയേഴ്സ് ഇരിക്കുമ്പോ നമ്മളിപ്പോ പുതിയ ആൾക്കാര്. ആദ്യത്തെ സിനിമ ബഹുമാനാണ്. എടാ നിനക്ക് എന്താ സംഭവിച്ചത്? ഇത്ര ആൾക്കാർ ഇത്രയും experience ഉള്ള, ഇത്രയും പടങ്ങൾ ഞാൻ ഇല്ലാത്തപ്പോ എന്ത് സംഭവിച്ചു? കണ്ണൂർ സ്കോഡ് ചെയ്ത് എഴുതിയ ആള് ഭയങ്കര ഇവരുടെയൊക്കെ മുമ്പിൽ വിനയല്ലേ ഞാൻ കുറച്ചു നേരം ഒന്ന് മാറി നിന്നാ എന്റെ കുറച്ചേരത്തിനുള്ള എന്ത് പറ്റിയെന്ന് നിനക്ക്? എന്താ അതിന്റെ ഒരു ബഹുമാനം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയിലേക്ക് എപ്പോ മുതൽ ഈ ഇന്റർവ്യൂ മുതൽ ഇപ്പൊ മുതൽ ഒരു സ്പെഷ്യൽ ബഹുമാനം. ഇപ്പൊ മുതൽ ബഹുമാനം കിട്ടി. ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് തരാണ്. അല്ല ഈ സിനിമയിലേക്ക് നിങ്ങളെ വിളിച്ച സമയം ഉണ്ടായിരുന്നല്ലോ, അത് ഓർക്കുന്നു. കാരണം നേരത്തെ ഹാഷ്യം ടീമൊക്കെ വന്നു. അതൊരു റെയിൽവേ ട്രാക്കിലായിരുന്നു. കാര്യമായിട്ടാ ജീവിതം അവസാനിപ്പിക്കാൻ ധ്യാൻ ചേട്ടൻ ഒരു പടം ഒറ്റ കിടന്നു. റെയിൽവേ ട്രാക്കില് ജീവിതം അവസാനിപ്പിക്കാതെ എന്നപ്പോഴാണ് വിളിക്കുന്നത് ധ്യാൻ ചേട്ടന്റെ പടം ഉണ്ടെന്ന്. പടം ഉണ്ടത്. അപ്പൊ ഫോൺ എടുത്ത് ആരുടെ പടം? ധ്യാൻ ചേട്ടന്റെ പടം. ഇങ്ങനെ പറയാൻ പറ്റും. 5 മിനിറ്റ് മുമ്പ് സീനിയർ ആക്ടർ എന്ന് പറഞ്ഞപ്പോ എനിക്ക് നാട്ടിട്ടേ ഉള്ളു. ഇതൊക്കെ ഞങ്ങള് വിട്ടതില്ലെന്ന് പറഞ്ഞു. നമ്മളത്ര കമ്പനി ആയിട്ടല്ലേ, സ്പേസ് നമുക്ക് തന്നു പോയി. അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്. അല്ലല്ല, ബാക്കി അതൊക്കെ ഞാൻ മനസ്സിൽ വെച്ച് അടുത്തേലും കൂടി കൊടുക്കും. ഇതിപ്പോ 13ാമത്തെ മനസ്സിൽ വെക്കുന്നേ. അല്ല ധ്യാനത്തിന്റെ ഡയറക്ഷനിൽ അടുത്ത പടം വരുമ്പോ നിങ്ങളെ വിളിക്കൂല? വിളിച്ചു, ഓൾറെഡി വിളിച്ചു. ആണോ? പൈസ കൊടുക്കണ്ട. അതിന് വേണ്ടിട്ട് പ്രതികാരം തീർക്കാനാ. ജസ്റ്റ് പാസിംഗ് സീൻ എന്റെ എല്ലാ പടത്തിലും ഉണ്ടാവും. ജസ്റ്റ് പാസിംഗ് സീൻ മര്യാദക്ക് നടന്നുകൂടാ പാസ് ചെയ്ത്. അല്ല റെയിൽവേ ട്രാക്കിലെ കഥ സത്യമാണോ? ഒന്നുമില്ല, ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഒറിജിനൽ കഥ പറ. പറഞ്ഞോട്ടെ കേട്ടാ. അഭിലാഷ് 2 മിനിറ്റ് നമ്മൾ സ്ക്രിപ്റ്റ് അയച്ചെന്ന്, നമ്മള് സ്ക്രിപ്റ്റ് ഞങ്ങളവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ട് ഒരു കോളേജിന്റെ അടുത്ത്, അവിടെ പോയി ഞങ്ങൾ ഇരിക്കാറ് രാത്രിയൊക്കെ. അവിടെ നിന്നാണോ സ്ക്രിപ്റ്റ് എഴുതുന്നത്? ആ കണ്ടന്റ് ഒക്കെ ആലോചിക്കുന്ന അവിടെ വെച്ചാ. അപ്പം സ്ക്രിപ്റ്റ് നമ്മൾ അവിടെ ഇരുന്ന് ഈ പടത്തിന്റെ വായിച്ചത്. നമുക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ഇൻട്രൊഡക്ഷൻ ടീസർ കണ്ട് പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. ധ്യാൻ ചേട്ടനാന്നൊക്കെ അറിയായിരുന്നു. അതെല്ലാം നേരത്തെ പറഞ്ഞു. അല്ല ഞാൻ ചോദിച്ചാ അത് ചുമ്മാ പറഞ്ഞതാണോ? അപ്പൊ അത് സീരിയസ് ആ? അല്ല ടീസറിനകത്ത് ധ്യാൻ ചേട്ടനെ കണ്ടല്ലോ, അപ്പൊ അതിന് മനസ്സിലായത്. അപ്പൊ എനിക്ക് അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്നും അറിഞ്ഞായിരുന്നു. അയ്യോ ഇത് ഭയങ്കര അടിപൊളിയായിട്ടാണല്ലോ പറഞ്ഞത്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ ഇത് ടീസർ വന്നപ്പോ തന്നെ നമുക്ക് അല്ല അപ്പോഴേ 6-7 മാസം മുമ്പ് ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ല ടീസർ ഒരു റെഗുലർ ഷൂട്ട് ഉണ്ടെന്ന് നമ്മള് ഇവിടെ ചെയ്യണ പോലെ തന്നെ അവർ റെഗുലർ ആയിട്ട് തന്നെ അത് എല്ലാത്തിനും മില്യൺ വ്യൂസും ഉണ്ട്. ഞാൻ ചേട്ടാ ഇപ്പൊ പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നത് ഇപ്പൊ കംബാക്കിന്റെ കാര്യം കുറിച്ച് ചോദിച്ചാൽ അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അതായത് എങ്ങനെയായിരിക്കും ഈ സിനിമയിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ചെയ്യാൻ പോകുന്നത്? അല്ല ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ ടൈറ്റിൽ വെച്ചു എന്നല്ലാതെ ഇത് എല്ലാരും എന്താ പറയണ്ട ഈ ഈക്വലി സ്ക്രീൻ ഷെയർ ചെയ്യുന്നല്ല കാണാം. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കഴിഞ്ഞാൽ വേറെ 2 പേരുണ്ട്, അവരാണെല്ലാം ചെയ്യുന്നത്. നിങ്ങളാണോ? അല്ല ഇദ്ദേഹത്തിന്റെ ഇവിടെ 2 പേര് മിടുക്കന്മാരായ അവരാണ്. സ്ക്രീൻ ടൈം നോക്കുമ്പോ അവരായിരിക്കും കൂടുതൽ, ഞങ്ങളെക്കാളും കൂടുതൽ. അവരിടക്കിടെ പോയിട്ട് പുള്ളി ഇത് തലയിൽ അങ്ങോട്ടിട്ട് വെച്ച് കൊടുക്കുന്നതാണ് ആ പരിപാടി. അല്ല ഞാൻ പറയണ ഇതൊരു ഞങ്ങള് പോലും അച്ഛൻ, ഞാൻ, റോൺചേട്ടൻ, ഞാൻ, ഇവനൊക്കെ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാ. ഇതൊരു എന്താ പറയണ്ടേ ഒരു ഗ്രൂപ്പിന്റെ കളക്റ്റീവ് ആയിട്ടുള്ള അന്വേഷണത്തിലൂടെയാണ് ഞങ്ങൾ ഈ സീരിയൽ കില്ലറാണ് ടീച്ചറിലൊക്കെ അറിയാം, കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എഫേർട്ടിലാണ് ഞങ്ങൾ പിടിക്കുന്നത്. ഞങ്ങളുടെ എതിർ ടീമാണ് സിജേട്ടനും
വേറെ രണ്ടുപേരുണ്ട് സിജോന്റെ കൂടെയുള്ള. അപ്പോ ഒരു കൂട്ടക്കളിയാണ് എന്തൊക്കെ പറഞ്ഞാലും. ഫൈറ്റ് സീൻ ഒക്കെ ഉണ്ടോ? പിന്നെ ആ ഉണ്ട് 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 സിജോന്റെ സിജുവിന്റെ ഗംഭീര നിങ്ങൾ ഫൈറ്റ്. തമ്മിലുണ്ടോ? ഇല്ല ഞങ്ങള് തമ്മിൽ ഞാനല്ലല്ല കില്ലർ. അല്ല എന്നാലും ഓപ്പോസിറ്റ് ഇല്ല. ഇല്ല കണ്ടുപിടിച്ചു കൊടുക്കും. ആ സസ്പെൻസ് പൊളിച്ചു ഇതാണ് അതല്ല ചുമ്മാ ഒരു കഥ പറഞ്ഞു. അതൊക്കെ പറയല്ലേ. ഞാനല്ല കില്ലർ എന്ന് പറഞ്ഞു. അല്ല കഥ ആര്? സസ്പെൻസ് പൊളിച്ചു. അത് ഞാനല്ലോ. ഇത് കട്ട് ചെയ്യണേ, കണ്ണടിച്ച് കാണിക്കും. ഇത് കട്ട് ചെയ്യണേ. ഇനി ഞാൻ ഉജ്ജ്വലൻ ഡിറ്റക്റ്റീവ് ആയിട്ട് ഞാൻ തന്നെ കില്ലറാവൂ. അല്ല അങ്ങനെ കഥ പറയുന്നുണ്ട്. ഇത് എന്നാ ചെയ്യാൻ പറ്റാ. ഇത് തന്നെ ഒരു കുറിയ രണ്ടുപേരും കൂടെ രണ്ട് ഇനി ആ ചാക്കിനകത്തും കൂടെ എന്നെ വലിച്ചു കെട്ടി അതിനകത്ത് കെട്ടി. അല്ല, അതിന് sound. അത് പെട്ടെന്ന് അറിയാനും കോസ്റ്റ്യൂം ഒന്ന് അപ്പോഴാണ് ഇതെങ്ങനെ ചിന്തിക്കുക, എങ്ങനെ തോന്നിയത് പറയാൻ. വിനയം, ബഹുമാനം. കുറച്ച് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അല്ല ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണോ ഇതിനകത്ത് നായകൻ? കാരണം ഒരു- നായകൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല. ഉണ്ട്. ഒരു ജോലി ഉണ്ട് എന്റെ മാത്രം. ഉണ്ട്. അല്ല ഇതിനകത്ത് എല്ലാരും പറയുന്നത് ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഇങ്ങനെ നാട്ടുകാരൊക്കെ ആക്ഷേപിച്ചിട്ടിരിക്കുന്ന ഒരാളാണ് ഉജ്ജ്വലൻ. ഈ ഒറ്റ കേസോട് കൂടി ഉജ്ജ്വലൻ ഭയങ്കര സംഭവമാവുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അല്ലല്ല അങ്ങനെയൊന്നുമില്ല. ഉജ്ജ്വലനെ കൊണ്ട് പറ്റാതാവുന്ന സമയത്താണ് നമ്മുടെ ശംഭു സാർ വരുന്നത്. ശംഭു സാറിന് സിജേട്ടൻ. സിജോട്ടൻ വരുന്നത്. ഹെൽപ്പ് ചെയ്യാൻ വരുവാണ്. ഹെൽപ്പ് ചെയ്യാനല്ല, അദ്ദേഹം കേസ് കണ്ടുപിടിക്കും. പോലീസ് ടീച്ചറിലൊക്കെ ഉണ്ടല്ലോ പോലീസുകാരനായിട്ട് ട്രെയിലറിൽ കൂടെ യൂണിഫോം ഇല്ലാത്തോണ്ട് കണക്ട് ആയില്ല. അതാണ് യൂണിഫോം ഇല്ലാത്തോണ്ടേ അതായിരിക്കാം. യൂണിഫോം ഇല്ല. അല്ല അതിനകത്ത് ഞാൻ എല്ലാം നോക്കി എല്ലാവരും ബാനറിലുണ്ട്. ടീച്ചറിനകത്ത് മറ്റേ അന്വേഷിക്കുന്നതും മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ. അല്ല അത് പോലീസാണെന്നുള്ള സാധനം എനിക്കറിയില്ല. ടീച്ചർ കണ്ടിട്ടുണ്ടോ? ടീച്ചർ ഉണ്ടോ? ടീച്ചർ കണ്ടു. അതല്ലേ എത്ര കഥ ഉണ്ടാക്കി പറഞ്ഞു. അപ്പൊ ടീച്ചറിനകത്ത് കൃത്യമായി മനസ്സിലാവുമല്ലോ ഉദ്യോഗസ്ഥനാന്ന്. യൂണിഫോം ഇട്ടിട്ട് മനസ്സിലായില്ല പോലീസ് ഒന്നും. എന്തൊരു ഗതികേട്. സെക്യൂരിറ്റി അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അത്ര മാസിന് വന്നത് ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ഈ കൊലപാതകം നടക്കുന്ന ഒരു ഫ്ലാറ്റിലാണ് അങ്ങനെ അവിടുത്തെ ഇതിനേക്കാൾ വലിയ കൊലപാതകം ഇനി എന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല. ഇവരുണ്ടാക്കിയ കഥയാണ്. കൊലപാതകം നടക്കുന്ന ഫ്ലാറ്റിലോ? അത് പുള്ളിക്കാരി ചുമ്മാ പറഞ്ഞത്. അല്ല ഞാൻ ഉണ്ടാക്കിയ കഥയില്ല. ഇവരൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറഞ്ഞത് നല്ല കഥ. അതെനിക്ക് മനസ്സിലായി. ഇവരൊക്കെ രണ്ടും പോലീസ് ക്യാരക്ടേഴ്സ് ആണ്. രണ്ടുപേരും അയ്യോ റോണി സാറ് റോണിച്ചേട്ടൻ പോലീസായിരുന്നു ചോദിക്കുന്നു. എന്തായാലും കഥ മനസ്സിലായില്ല. ഇത്ര നേരം ആരും പറഞ്ഞില്ല. അല്ല റെയിൽവേ ട്രാക്കിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ഇത് കണ്ടില്ല. അല്ല അപ്പൊ പുള്ളിയെ ചെയ്തേക്കുന്നുള്ളത് വിട്ടുപോയത്. ഓക്കെ നിങ്ങൾ സ്വന്തം പോർഷൻ മാത്രമേ വായിച്ചുള്ളൂ അങ്ങനെയാണോ? സ്വന്തം പോർഷൻ അല്ലല്ല നമുക്ക് ഓർമ്മ പോഷൻ വായിക്കാൻ ഒന്നും ഉണ്ടാവില്ല വായിക്കാൻ. നമ്മള് വിട്ടുപോയി. ഏതാ കേട്ടില്ല. സ്വന്തം പോഷൻ വായിക്കാൻ ഒന്നും ഉണ്ടാവില്ല വായിക്കാൻ. അല്ല ശരിക്കും പറഞ്ഞാൽ എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? നമുക്ക് 28 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. എന്നിട്ടാണ് 28 ദിവസം ഷൂട്ട് ചെയ്തിട്ട് ഇത്രയും കുറച്ച് ലോക ചരിത്രത്തിൽ ഓക്കെ എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. വേണ്ടേ? എന്ത് ഞങ്ങള് വേറെ കാര്യം വേറെ കാര്യം. അതിന്ന് വിട്ടു പോകുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇന്റർവ്യൂലേക്ക് പെട്ടെന്ന് കയറി. ഞങ്ങള് വരാൻ 23-ാം തീയതി ചെറിയ ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് നമ്മൾ 16 എന്നുള്ള ഡേറ്റ് ആയിരുന്നു, അത് മാറ്റിയിട്ട് 23-ലേക്ക് മാറ്റി. 23 ആക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് ധ്യാൻ ചേട്ടന്റെ കാര്യത്തില്. ഓക്കെ ഈ പടത്തിൽ ഒരു പ്രതീക്ഷ വെച്ചാൽ മതി. എന്റെ ഫ്രണ്ടിൽ പ്രതീക്ഷ അർപ്പിക്കരുത്. അല്ല ഇതിന്റെ മാർക്കറ്റ് അല്ല ഈ ബാനറിന്റെ പുറത്തും സിനിമയുടെ ക്വാളിറ്റി സോഫിയ കണ്ടന്റിന്റെ പോൾ എന്നുള്ള പേരിലും ആ ബാനറിന്റെ പുറത്തും ഉണ്ട്. പക്ഷെ അതുപോലെയല്ല, നായകൻ ഒരു ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതുണ്ട്. ഉറപ്പായിട്ടും അത് ബെയർ ചെയ്യണം. അല്ല സിനിമ നല്ലതാണ്. സിനിമ നല്ലതുകൊണ്ടാണ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പൊതുവെ എല്ലാത്തിലും ഹാപ്പിയാണ്. കുറച്ചുകൂടെ ഹാപ്പിനെസ് ഉണ്ട്. ഇതിൽ കുറച്ചുകൂടെ ഹാപ്പിനെസ് ഉണ്ട്. പക്ഷേ നല്ല സിനിമയായിരിക്കും എന്തായാലും. ഓക്കെ അപ്പൊ നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഒന്നുകൂടെ കാണാം. താങ്ക് യു. താങ്ക് യു.